സംബന്ധമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി എൻ്റെ പൊന്നു നിക്ക് ചേച്ചി ചുമ്മാ എടുത്തയാടാതെ കാര്യം പറഞ്ഞു വരിക. ഓക്കെ, രേണുസുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷേ, രേണുസുതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഈ ചേച്ചി എല്ലാം കൊളവാക്കുക, ചുമ്മാ ഒരു ഇൻട്രോ പഞ്ച് കയറി വന്ന് അത് നശിപ്പിച്ചു കളഞ്ഞു. പോട്ടെ, ക്ഷമിക്ക്. നമുക്കിനി റീഷൂട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ. രേണു ചേച്ചി യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കാൻ പോവാണ് വീണ്ടും. നേരത്തെ അതുൽ വ്ളോഗ്സിനെതിരെയായിരുന്നു കേസ് കൊടുത്തത്. എൻ്റെ പൊന്നു, അതുൽ വ്ളോഗ്സിനെതിരെ കേസ് കൊടുത്ത് കോട്ടയത്ത് തിരുവനന്തപുരത്തു നിന്ന് അതുലിനെ കോട്ടയത്തോട്ട് വിളിപ്പിച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ചേച്ചി വീട്ടിൽ സുഖമായിട്ടിരുന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ലായിരുന്നു. ഞാനും അതിലവിടെ പോയി വെറുതെ നിന്ന്. അത് ചേച്ചി ഉള്ളപ്പോൾ വരണമെന്ന്. ഓക്കെ, ചേച്ചി ഇപ്പോൾ ഉള്ളപ്പോൾ വരാൻ നമുക്ക് സൗകര്യമില്ല. ചേച്ചി അവിടെ വന്നപ്പോഴത്തേക്ക് പോലീസ് ഇട്ട് ചേച്ചി പൊട്ടി കരച്ചിലൊക്കെ ആകെപ്പട സീൻ കോൺട്രാക്കി ചളക്കൊളവായി അങ്ങ് പോയി ആ കേസ് കേട്ട്. അതിപ്പോൾ കോടതി കിടക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ചേച്ചി യൂട്യൂബേഴ്സിനെതിരെ കേസ്. അതായത് 830 സബ്സ്ക്രിപ്ഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് അങ്ങ് 100, 200, 300, 400 ഇടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന കുറേ ചേച്ചിയുടെ ഭാഷ പറയാ ഓളികൾ കൂട്ടത്തിൽ ഞാനുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും രേണുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇച്ചിരി ഓവറാന്ന് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് വിഷയങ്ങളുണ്ട് അവരുമായിട്ട്. അതാണ് കൂടുതലും വിഷയത്തിലോട്ട് വരുന്നത്. ഓക്കെ, ഈ 830 സബ്സ്ക്രിപ്ഷൻ ഇത്രയും ദിവസം കൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് കയറുന്നില്ല. 5-10 ഒക്കെ വെച്ച് കയറുന്നുള്ളൂ. കാരണം അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കുറേ എന്താ പറയുക, തീവ്രതമായിട്ട് ആഗ്രഹിച്ചു പോകുന്ന ചില അമ്മാവന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെന്തായാലും ചെയ്യൂല. കാരണം അതിനകത്തൊന്നുമില്ല. അതിനേക്കാളും നല്ലത് ഇവിടെ ഏതെങ്കിലും ഷോർട്ട് ഫിലിം വരുമ്പോൾ ഏതെങ്കിലും അവന്മാർ ക്യാമറ തൂക്കിക്കൊണ്ട് ചെല്ലുന്ന അവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മതി എന്നുള്ളൊരു രീതിയിലാണ്. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ ഒരു പോസ്റ്റിൽ നിന്ന് കുറച്ച് കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. നമുക്കൊരു കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം. വ്ളോഗേഴ്സേ, എൻ്റെ സബ് സ്ക്രീൻഷോട്ട് എടുത്ത് കോണ്ടന്റ് ഉണ്ടാക്കുന്നവരോടും അവൾമാരോടും സബിൽ ന്യൂ പിക്ക് ഇട്ടു എന്നാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ച്. ഓടിപ്പോയി എടുത്ത് നീയൊക്കെ റിയാക്ഷൻ ഇടടാ. രേണുസുതി ഇനിയും ഇടും, നീയൊക്കെ റിയാക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. എടി നാറി സോറി ചേച്ചി. എൻ്റെ പൊന്നു രേണു, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. നമ്മളെ കൂടെ തന്നെ നിങ്ങൾ പ്രൊമോഷൻ ഉണ്ടാക്കുമെന്ന് നമുക്ക് നല്ല രീതി അറിയാം. ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. ഞങ്ങൾക്കൊരു മനസ്സുഖം, അത്രമാത്രം. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ചേച്ചിയുടെ 830 സബ്സ്ക്രിപ്ഷൻ മെയിനായിട്ട് ചെയ്തത് മാസ്റ്റർ മൈൻഡ് മനു. അവനാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തത്. മാസ്റ്റർ മൈൻഡ് മനു, എല്ലാവരും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ അറിയാം, അദ്ദേഹം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ തലയിൽ അങ്ങ് വെച്ച് കൊടുത്ത് നൈസായിട്ട്. അല്ലെങ്കിലും പേരുദോഷം മൊത്തം അവൻ്റെ തലയിലേ വരും. അത് അങ്ങനെ ഒരു പാവം പിടിച്ചവൻ. എന്തായാലും രേണുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നിങ്ങൾക്ക്? ഓക്കെ, എന്തായാലും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ഹൈപ്പ് കൊടുക്കാത്തവരൊക്കെ ഹൈപ്പ് കൊടുക്കണം. ഒന്ന് കമൻറ്റും കൂടെ ഇട്ടോ. എന്തായാലും നമുക്ക് ചേച്ചിയുടെ വീഡിയോ ഒന്നേ നമുക്ക് തുടങ്ങാം. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മിൽ ഇവരുടെ മനസ്സിലുള്ള പോലത്തെയാണെന്ന വിചാരം. ഞാനും അക്ഷയ് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം. അത് നമുക്കറിയാം ചേച്ചി. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധോ ഒന്നുമില്ല. ആ ഫ്ലാറ്റിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആരും ഒന്നും പറയുന്നൊന്നുമില്ല. ഒരു കുഴപ്പമൊന്നുമില്ല. അത് ചുമ്മാ ആൾക്കാരൊക്കെ എല്ലാം പറയുന്നതായിരിക്കും. അല്ലെങ്കിലും അക്ഷയ് അങ്ങനത്തെ കാരനല്ലെന്ന് അക്ഷയ് കണ്ടാലേ അറിയാം. അക്ഷയ്ക്ക് ഇതുപോലെ രേണുസുതിയെ പോലുള്ളവരോടൊന്നും താല്പര്യപ്പെടുന്ന ആളല്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ ചേച്ചി പറ. ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല. അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ഫാനാണ്. 2 ദിവസം മുമ്പ് ഇവള് പറഞ്ഞായിരുന്നില്ല ഇവർക്ക് റിലേഷനും ഇല്ല, ഒന്നുമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഒരു മുസ്ലിമും ഇല്ലെന്ന് പറഞ്ഞവളാണ് ഇപ്പം ഈ ഒരു സംസാരിക്കുന്നത്. ഒരു മുസ്ലിമുമായിട്ട് റിലേഷൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പരത്തി കേട്ടിട്ടുണ്ടായിരുന്നു. കഥകളൊന്നും ഇവിടെ ഞങ്ങൾ പറയുന്നില്ല. പിന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലെന്ന്. നമുക്കൊരു പണിയില്ല. ഈ ഒരു കേസ് കേട്ടില്ല, ഒരു പണിയില്ല. ഞങ്ങൾക്ക് വായി തോന്നിയാണ് വിളിച്ച് പറയുന്നത്. കാരണം അതുപോലായിരുന്നു ചേച്ചി സോഷ്യൽ മീഡിയ വന്നിട്ട് കാട്ടിക്കൂട്ടിയതും പ്രവർത്തിച്ചതൊക്കെ. എനിക്ക് തോന്നി ഇവർക്ക് ഇപ്പോൾ ആരും അങ്ങനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. കയ്യിരിപ്പോൾ ഉണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ആ വ്യക്തിനെ കുറിച്ച് ഞാൻ പറയണോ? ചേച്ചി വ്യക്തിൻ്റെ ഭാര്യയൊക്കെ തിരക്കെന്ന് പറയണം കേട്ടോ. ചുമ്മാ ഇരിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അന്വേഷണമൊക്കെ അറിയിച്ചെന്ന് പറയണം. എന്തായാലും കുടുംബത്തിനോട് സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ചേച്ചിയുടെ. അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കാറ്. പ്രണയത്തിനൊന്നും ആയിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ വേണം. പൈസ ഇല്ല അതൊരു രക്ഷയില്ല. ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി.
അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കും നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കിയാലും ചെയ്യാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയാം, നമ്മൾ കലാപരമായിട്ട് നമ്മളെല്ലാം. അതെ, നിന്റെ കലാപരമൊക്കെ സബ്സ്ക്രിപ്ഷനകത്ത് എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിനക്കൊക്കെ എടാ നീ എന്തുവാടെ പറയുന്നത്? പൈസയ്ക്ക് വേണ്ടിയാണോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത്? കുറെ പേര് പറയുന്നുണ്ട്, വലിയ വലിയ ആൾക്കാരൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ഇടുന്നത് മാന്യമായിട്ടുള്ള പോസ്റ്റാണ്. ചില ടീംസുകളുണ്ട്, ചില ടീംസുകൾ ഇതുപോലത്തെ ഊട്ടായിപ്പ് ടീംസുകളൊക്കെ ഉണ്ട്. നാണം കെട്ട അത് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ രേണുസുതി എന്തിന് എത്രമാത്രം പേടിക്കേണ്ട ആവശ്യം എന്താണ്? ഓരോരുത്തരുടെ അടുത്ത് ലൈവ് സഹിതം എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായാണ് ഇവിടെ എന്താണ്, ഏത് രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നവളാണെന്നുള്ള രീതിയിലാണ്. ആൾക്കാരുടെ വയറൊക്കെ കണ്ടിട്ട് ഷൂട്ടൊക്കെ നടത്താറുണ്ട്. വയറ് അപ്പം ഈ ഏണുവിന്റെ വയറ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നം. എടാ ചോദിക്കുന്നവന്റെ ചെവുക്കുറ്റി നോക്കി ആദ്യം ഒരെണ്ണം കൊടുക്കണം. രേണുവിന്റെ വയറ് മാത്രം കാണുവാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ ഓരോ കാര്യങ്ങൾ പറയും. നീയൊക്കെ കൂടെ നിന്നെ ചേച്ചി വിളിച്ച് വരുത്തിയല്ലേ, അവിടെ വെച്ച് നീയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ. ചേച്ചി ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും, അതൊക്കെ ചോദിക്കാൻ മുൻകൂട്ടി പറയും. കഷ്ടം. എന്തൊരു ട്രോളും ഉണ്ടായിരുന്നു, തമന്നേന്റെ വയറെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആരത് പോരുത് പറഞ്ഞായിരുന്നു. ശ്രുതി ജീവിച്ചിരുന്നപ്പോ പോലും ശ്രുതിക്ക് തമന ഞാനൊന്നും പറയുന്നില്ല, നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ കൂടി പോവും. ശ്രുതി, താങ്കൾ അറിഞ്ഞായിരുന്നോ ഒരു തമനയായിരുന്നു താങ്കൾ മിസ് ചെയ്തെന്ന്? മരിച്ച ഒരാൾ മോളിൽ കിടക്കുന്ന ആ മനുഷ്യന് കിട്ടാത്ത ചീത്തപ്പേര്. ഓ, ഇയാൾ പാവുന്ന കാലത്ത് എന്ത് പാവമാണ് ഇയാൾ ചെയ്തത്? അല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പോ ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? ചേച്ചി ശ്രുതിയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ലേ? കൊല്ലം ശ്രുതിച്ചേട്ടനെ വിട്ട് കളിക്കത്തില്ല, ഞാൻ വേറെ റിലേഷനിലോട്ട് പോകത്തില്ല, ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകത്തില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ ചേച്ചി എടുത്ത് വറക്കും. ഞങ്ങൾ തന്നെ കണ്ടില്ലേ, ഞങ്ങൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് കാര്യങ്ങളങ്ങ് പറഞ്ഞങ്ങ് പോവാണ്. കാരണം ഞങ്ങൾക്ക് ഒരു 3-4 മാസം മുമ്പ് ഇവരെ A-to Z കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവരുടെ ഫ്രണ്ട്സിന് പോലും അറിയത്തില്ല. ആ സജന, ശ്രീതു, അവർക്കൊന്നും പോലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരൊന്നും വീഡിയോസ് പോലും ചെയ്യുന്നില്ല ഈ വ്യക്തിയെ കുറിച്ച്. കാരണം അവർക്ക് പോലും മടിയായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു അവർ വീഡിയോ ചെയ്യാത്തത്. നമ്മളറിഞ്ഞ കഥ എനിക്ക് തോന്നുന്നു അവരുടെ ഫ്രണ്ട്സിനൊന്നും ആർക്കും അറിയത്തില്ല, ഇവരുടെ കൂടെ ഉള്ളവർക്ക് പോലും ഒന്നും അറിയത്തില്ല ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ള രീതിയില്ല. കഷ്ടം. അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ എനിക്കറിയില്ല. തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങൾ സബ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ഇടുന്നത് കാണുന്നവരാണെങ്കിൽ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്, അവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ തമ്പലിനുണ്ടോ, അതിന് തമ്പലൈൻ, അത് തന്നെ അതിൽ ഇടുന്നുണ്ട്. അപ്പം ഈ മനുവരത്തനായി പ്രശ്നങ്ങളൊക്കെ എല്ലാം കാര്യം. മനു മോശമായി പോട്ടോ, ചുമ്മാ പാമ്പിടിച്ചാലും എല്ലാവരും അല്ല കുറെ കാര്യങ്ങൾ പറയാം. ഇതുപോലുള്ള ആൾക്കാരെയൊന്നും നമ്മൾ സമൂഹത്തിൽ വെച്ച് ഇത് ചെയ്യരുത്. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് എടുപ്പീര്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ടൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു പ്രൊമോഷനും കൂടെ ആയിക്കോട്ടെ. കുറെ എണ്ണം ഉണ്ട്. അയ്യോ അവളെങ്ങനെയെങ്കിലും ജീവിച്ചോളാം നിനക്കൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞവർക്ക് ഞാനൊരു കാര്യം ഒന്നും കൂടെ പറയാം. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനും കേസും അതും ഇതും മറ്റേത് മറിച്ചതൊക്കെ നമ്മൾ കുറെ ഓടിയതാണ്. നമുക്കതിന്റെ ബുദ്ധിമുട്ടും അറിയാം. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ആൽബം ചെയ്താലും നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് പ്രതീക്ഷന്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ കുക്കുംബർ ദാസ് മിണ്ടല്ലേ, അവന്റെ കൂടെ ചെയ്തതിന്റെ ഒക്കെ അറിയാം. വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും. ചേച്ചി ലിപ് ലോക്ക് അതെന്തിനാ ചേച്ചി? അതൊക്കെ തന്നെ എന്തിനാ അത് മാത്രം പ്രത്യേകം കാണിച്ച് പൈസ മേടിക്കുന്നേ? എന്താ അങ്ങനെ? എന്നാ പിന്നെ ലൈവ് ഇട്ടാ പോരെ, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമല്ലോ. ഇപ്പം ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നത് അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എടുത്തോട്ടെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇപ്പം വലിയ വലിയ സെലിബ്രിറ്റീസ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പൊ അതെന്ന് വെച്ചാല് എന്താ പറയാ, വലിയ വലിയ ആരാ അതൊന്ന് പറയാവോ? അതൊന്ന് പറയാവോ ആരൊക്കെയാന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾ കാണിക്കുന്നത് എന്താ? ഈ അഹാനകൃഷ്ണയൊക്കെ എന്തോന്നു കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ നിങ്ങൾ കയറി നോക്കുമ്പോൾ മനസ്സിലാവും. അവര് ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഈ ഇത്ര ഫോളോവേഴ്സ് ഉള്ളവർക്ക് ജസ്റ്റ് തുടങ്ങാന്നേ ഉള്ളൂ. മനസ്സിലായോ?
സബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അല്ലെ എക്സ്ക്ലൂസീവ് കണ്ടത് എന്ത് വരും എനിക്ക് അത് ഇഷ്ടപ്പെടുന്നവരുള്ളതുകൊണ്ടാണ് അവർ ഇത്രയും സബ് എടുത്തും കാര്യങ്ങൾ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തപ്പം അല്ലെങ്കിൽ ഞാൻ സബ് എടുത്തപ്പം മാത്രം എന്നെ വിവാദം അതായത് എനിക്കെതിരെ വിവാദങ്ങൾ മാത്രം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് വ്ളോഗേഴ്സ് അവർ ചെയ്തോട്ടെ, എനിക്ക് വിഷയം. പക്ഷെ അവർ ഈ സബിനകത്ത് കയറിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അത് വിവാദമാക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ എത്രയെന്നും കൊണ്ടാ പറയുന്നത്, പറഞ്ഞിട്ടും ഒരു ഇതുമില്ലെങ്കിൽ എന്താ ചെയ്യുക. കാരണം ഇന്നും എനിക്കൊരു മെസ്സേജ് സബ് ചെയ്ത ഒരു ആളുടെ മെസ്സേജ് വന്നു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സബ് ചെയ്തിട്ട് എന്താ, ഞങ്ങളൊക്കെ പൈസ മുടക്കിയിട്ട് അതിനെന്താ പ്രയോജനം, ഇതല്ല അവരെ എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് അവര് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുതല്ലേ. അയ്യോടാ, ഓ അത് ഏതവനായി പറഞ്ഞത്. എടാ പോടാ, നീ മണ്ടൻ, നീ പൈസ കൊടുത്ത് കയറി, നീ മണ്ടൻ, ബാക്കിയുള്ളവർക്ക് ഫ്രീ, അത്രേ ഉള്ളൂ. ഓ പൈസ കൊടുത്തതിൻ്റെ ഒരു ഇതേ പൈസ കൊടുത്ത് കയറിയതിൻ്റെ അങ്ങോട്ട് കാരണം ഫ്രീ ആയിട്ട് ബാക്കിയുള്ളവർ കാണുന്നു, അവൻ പൈസ കൊടുത്തവൻ മണ്ടനായി എന്നുള്ള രീതിയിൽ അത് പോടാ അടുത്ത്. നിങ്ങൾ കണ്ട അടുത്ത മാസം ആകുമ്പോൾ ഇവിടെ ഈ 800 എന്നുള്ള സബ് ചിലപ്പം 150 ആവും, ഉറപ്പാ. ഓക്കെ ഗൈസ്, എന്തെങ്കിലും കേസൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ, നമുക്കെന്താ. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ.